അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റായിട്ടും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ജാങ്കോ ഉപയോഗിച്ചുകൊണ്ട് API ട്രാൻസ്ഫർ ചെയ്യലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് VS കോഡാണ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് മുമ്പ് ജാങ്കോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും പൈത്തൺ അറിഞ്ഞിരിക്കണം. കാരണം പൈത്തൺ അറിഞ്ഞാൽ മാത്രമേ ജാങ്കോയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പൈത്തൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് മുഴുവനായി ചെയ്യുന്നത്. ജാങ്കോ എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ലൈബ്രറിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പൈത്തൺ പഠിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് വരിക. അങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫയൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മുകളിൽ, അതായത് ആ ഒരു ഫയൽസൊക്കെ കാണാൻ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ CMD എന്ന് അടിക്കുക. ഇവിടെ നമ്മൾ CMD അടിക്കുമ്പോൾ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു പാത്ത് നമുക്ക് ഇവിടെ വരുന്നതാണ്. ഇത് നല്ല കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് എന്നാണ്. പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക്. അതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലാസ്ക്, അതായത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, പിന്നെ വരുന്ന ലെറ്ററൊക്കെ സ്മോൾ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് അടിച്ച ശേഷം അടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഡ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് കോഡ് ഡോട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ VS കോഡ് ആ ഒരു ഫോൾഡറിൽ തന്നെ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങളുടെ നോക്കുക, ഈ ഒരു 3 ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനവിടെ ഇവിടെ വെച്ചിട്ടാണ് അടിച്ചത് കൊണ്ടാണ് എനിക്ക് ആ 3 ഫയലും നമ്മുടെ VS കോഡിൽ ഇവിടെ വന്നത്. നിങ്ങൾ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങളുടെ VS കോഡ് ഓപ്പൺ ആയിട്ടുണ്ടാകും ഓൾറെഡി ആയിട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലസ്, നിങ്ങൾ ആദ്യം വരുമ്പോൾ ഇവിടെ 3 ഫയൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫയൽ നെയിം അടിക്കുക. എന്ത് വേണമെങ്കിൽ അടിക്കാൻ പറ്റും. ഞാനിവിടെ ഡെമോ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. അതിനുശേഷം .py എന്തായാലും അടിക്കണം. കാരണം ഈ ഒരു PY ഉപയോഗിച്ചുകൊണ്ടാണ് പൈത്തൺ എന്നാണ് മനസ്സിലാക്കുന്നത് ഫയലിന്. അതിനുശേഷം അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ VS കോഡാണ് ഉപയോഗിക്കുന്നത്. VS കോഡ് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. അതോടെ തന്നെ നിങ്ങൾ VS കോഡ് തന്നെ ഉപയോഗിക്കുക, നോട്ട് പാഡിൻ്റെ പകരം VS കോഡ് ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്ലാസ്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് ഫ്ലാസ്ക്. ഇവിടെ സ്പെല്ലിങ് എന്തായാലും ശ്രദ്ധിക്കണം. ആദ്യത്തേൽ സ്മോൾ ലെറ്ററും രണ്ടാമത്തേൽ ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടിൽ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു ഒബ്ജക്റ്റിൽ ഫ്ലാസ്ക് ഇത് ഹൈഫൺ ആണ്, അതായത് ഹൈഫനല്ല, അണ്ടർസ്കോർ നെയിം __ ഈ ഒരു കോഡ് നിങ്ങൾ അടിക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലാസ്കിലേക്ക് നമ്മളൊരു ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് വേണ്ട API ഒക്കെ വിളിക്കാൻ പോകുന്നത്. ഒരു ഗെറ്റ് APIയോ പോസ്റ്റ് APIയോ ഒക്കെ നമ്മൾ വിളിക്കുന്നത്. ഗെറ്റ് API എന്താണ്, പോസ്റ്റ് API എന്താണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആകെ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് API വെച്ചിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗെറ്റ് API എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ആപ്പിനെ വിളിക്കുക. അതിന് ശേഷം നമ്മൾ റൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡീബഗ് ത്രൂവും കൊടുക്കുക. ഈ ഡീബഗ് ത്രൂ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മുടെ ആപ്പ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് ഡീബഗ് കൊടുക്കാതൊന്ന് ഞാൻ കാണിക്കാം. അതിന് ശേഷം ഡീബഗിന് അഡ്വാൻറ്റേജ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റൗട്ട് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അടിക്കുക. അതിനുശേഷം AP.route ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. റൗട്ട് അടിക്കുക. ആ റൗട്ടിക്ക് നമ്മൾ സ്ലാഷാണ് കൊടുക്കാൻ പോകുന്നത്. ഈ സ്ലാഷിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു APIൻ്റെ ഹോം പേജിലേക്ക് പോകുമ്പോൾ എന്താണ് വരേണ്ടതെന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അത് API ആവണമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് HTML വരെ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് സെർവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് HTML പേജ് വരെ നമുക്ക് അങ്ങോട്ട് അയക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് HTML പേജ് എങ്ങനെ അയക്കാൻ നോക്കാം. അതിനുശേഷം നമ്മൾ JSON എങ്ങനെ അയക്കാൻ നോക്കാം. JSON ഉപയോഗിച്ചുകൊണ്ടാണ് API അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം HTML ഉപയോഗിച്ചിട്ട്
എങ്ങനെ HTML എങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്ലാഷ് ക്ലിക്ക് അടിച്ചതിന് ശേഷം നമ്മൾ അതിന് താഴെ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ റിട്ടേൺ ആയിട്ടാണ് നമ്മൾ എന്ത് റിട്ടേൺ ആണ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് അവിടെ വരുന്നത് നമ്മളുടെ ഫയലിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു റിട്ടേൺ അടിക്കുക. അതിനുശേഷം നമ്മളോട് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് HTML കോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ കോട്ട് ഇട്ടു. അതിനുശേഷം ഞാനിവിടെ H1 എന്ന് കൊടുത്തു. ഹലോ. HTML കോഡ് അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് HTML നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ HTML കൊടുക്കുന്നത്. പൊതുവെ HTML അല്ല നമ്മൾ പാസ് ചെയ്യാറ്. പൊതുവെ നമ്മൾ പാസ് ചെയ്യാറ് നമ്മുടെ ഇത് തന്നെയാണ്, അതായത് JSON ആണ് പാസ് ചെയ്യാറ്. പക്ഷേ നമ്മളിവിടെ HTML ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ Ctrl+J അടിക്കുകയാണെങ്കിൽ നമുക്ക് ടെർമിനൽ ഓപ്പൺ ആവും. ഇൻബിൽഡ് ആയിട്ടുള്ള ടെർമിനൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് Python എന്ന് പറഞ്ഞിട്ട് അടിക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഫയൽ നെയിം അടിക്കുക. നമ്മുടെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഡെമോ ആണ്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ആവും. അപ്പോൾ നമുക്കിവിടെ ഒരു ഇറർ വന്നിട്ടുണ്ട്. ഈ ഒരു ഇറർ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അതായത് ഇറർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലൈനിലാണ് ഇറർ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇവിടെ അത് മാറ്റി കൊടുക്കണം. സേവ് ചെയ്തു ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സെർവർ ഫ്ലാസ്ക് ആപ്പ് ഡെമോ ലേസി ലോഡിംഗ് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ റൺ ചെയ്യുന്ന URL എന്ന് പറയുന്നത് ഇതാണ്. HTTP നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 5000. ഇത് നിങ്ങൾ കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ URL. ഇവിടെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു URL ഞാനിവിടെ അടിക്കുകയാണ്. ഓക്കെ. അതിനുശേഷം ഞാൻ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമ്മളവിടെ പ്രിൻ്റ് ചെയ്ത ആ ഒരു ഹലോ ഇവിടെ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ജാങ്ക ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HTML ആണ് പാസ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിവിടെ സ്ലാഷ് കൊടുത്തത് കൊണ്ടാണ് അതായത് സ്ലാഷ് എന്ന് പറയുമ്പോൾ ഹോമാണ്. അതായത് ഈ ഒരു സംഭവം ഡയറക്റ്റായിട്ട് വിളിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് IP അഡ്രസ്സാണ്. IP അഡ്രസ്സിൻ്റെ മുകളിൽ ഒരു ഡൊമൈൻ നെയിം വരുമ്പോഴാണ് google.com facebook.com ഒക്കെ വരുന്നത്. ശരിക്കും അതിൻ്റെ ഒരു വാക്കിൽ, അതായത് അതിൻ്റെ അകത്ത് ശരിക്കും ഒരു IP അഡ്രസ്സാണുള്ളത്. ഇതൊരു IP അഡ്രസ്സാണ്. ഇനി നമ്മളിത് ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാറിയിട്ട് ശരിക്കുള്ള IP അഡ്രസ്സൊക്കെ വരും. ഇത് നമുക്ക് നെറ്റില്ലാതെ തന്നെ നമ്മുടെ ബ്രൗസറിൽ തന്നെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കാം. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത്. ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ലോക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർട്ട് അടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതും വിട്ടേക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് തന്നെ വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ഹലോയാണ്.